ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത ജീവിത വിജയ മന്ത്രം. ജീവിത വിജയം എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളിലും വിജയം കൈവരിക്കാൻ കരുത്തുള്ള ഒരു മനസ്സിനെ നേടിയെടുക്കാൻ നാം തയ്യാറാകും. ആ മനസ്സ് നേടിയെടുക്കണമെങ്കിൽ അതിന് ദൃഢമായ ഭാവന വേണം. നമ്മൾ പറയില്ലേ, വിൽ പവർ എന്ന് പറയും. അങ്ങനെയൊരു മെൻ്റൽ വിൽ പവർ അല്ലെങ്കിൽ ഭാവന ഉണ്ടാവണം. പക്ഷേ ഈ വിൽ പവറിനേക്കാളും ശ്രേഷ്ഠം ഭാവനയാണ്. കാരണം വിൽ പവർ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടൊക്കെ ചിലർക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ ചില ഘട്ടങ്ങളിൽ തീർത്തും കൈവിട്ടു പോയാൽ തളർന്നു പോകുന്നത്. അപ്പോൾ അർജുനനൊക്കെ അങ്ങനെയാണ്. ആദ്യമൊക്കെ ഇത്തിരി വിൽ പവർ ഉണ്ടായിരുന്നു. ആ വിൽ പവർ ഉള്ളതുകൊണ്ടാണ് അർജുനൻ യുദ്ധക്കളത്തിൽ വന്നത്. പക്ഷെ ആ സന്ദർഭങ്ങൾ കണ്ടപ്പോഴേക്കും അർജുനൻ്റെ അണപൊട്ടി ഒഴുകി തളർന്നുപോയി. ഇതുപോലെ നമുക്ക് പല കഥാപാത്രങ്ങളെയും കാണാൻ സാധിക്കും. രാമായണത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ദശരഥൻ വലിയ വിൽപ്പവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൈകേയിക്ക് 2 വരം ചോദിച്ച് രാമനെ അങ്ങോട്ട് കാട്ടിലേക്ക് അയക്കണമെന്ന് കേട്ടപ്പോഴേക്കും പോയി, കൈവിട്ടുപോയി, തളർന്നുപോയി. ഈ വിൽപ്പവർ എന്നൊക്കെ പറയുന്നത് ഒരു തരം നമുക്ക് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒക്കെ തോന്നുന്നതാണ്. പക്ഷെ ഭാവന ഭക്തി കൊണ്ടേ വരുള്ളൂ. ആ ഭാവനാശക്തി കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നൊക്കെ പൂന്താനത്തെ പോലുള്ളവർക്ക് പാടാൻ പറ്റിയത്. അതുപോലെ ഈ ഭാവനാശക്തി വളർന്നപ്പോഴാണ് ഭട്ടതിരിപ്പാട്, തളർന്നു പോയ ഭട്ടതിരിപ്പാട് പറയണത്, ഇപ്പോൾ എൻ്റെ ഭഗവാനെ, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് എൻ്റെ ശരീരം അത്രയും കുത്തുന്ന, സൂചി കുത്തുന്ന വേദന കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ എപ്പോൾ അങ്ങയുടെ ഈ മധുരകരമായ രൂപം ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, എത്രയിലൊക്കെ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തിനിതാനതോപി മധുരം മാധുര്യദുര്യാത്തപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാന്റെ ആ സുന്ദരമായ മുഖം കണ്ട് അതിലങ്ങനെ മനസ്സ് രമിച്ച് 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 അദ്ദേഹം തന്നെ പറയണു, യഥാ വിസ്മര്യാഹം ദുരുപമശമപീഡാ പരിഭവൻ. എന്നെ അത്ര വേദനിപ്പിച്ച ഈ വേദനകളെ എനിക്ക് മറക്കാൻ പറ്റും. അപ്പം ഭാവനാശക്തി അദ്ദേഹത്തിന് എത്രമാത്രം ഉയർത്തി നോക്കൂ. അതാണ് വിജയം. ഈ ഭാവനാശക്തി നമുക്കും നേടിയെടുക്കാൻ സാധിക്കാനാണ് ഗീത നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് നമുക്കറിയില്ലേ. ചിലർക്ക് സാമ്പത്തികം, ആരോഗ്യം, നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ടല്ലോ. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ച് നാം അതിനെ അഭിമുഖീകരിക്കുക, അതിൽ വിജയം കൈവരിക്കുക. അപ്പം അതിന് പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ ഇതാ പരീക്ഷണങ്ങളുടെ ഒരു വലിയ എന്താ പറയുക, ചങ്ങല പോലെ കണ്ണി, അത്രയും പ്രശ്നങ്ങളും. ആദ്യം വരുന്നു കംസൻ്റെ പരീക്ഷണം, പൂതനയുടെ പരീക്ഷണം, ശകടാസുരൻ്റെ പരീക്ഷണം, തൃണാവർത്തൻ തുടങ്ങിയ അകൻ ഭഗൻ അങ്ങോട്ട് തുടങ്ങിയ അസുരന്മാർ. പിന്നെയുണ്ടോ സ്വസ്ഥത. പാണ്ഡവന്മാരും കൗരവന്മാരും നമ്മൾ യുദ്ധത്തിൽ കൃഷ്ണന് സാരഥിയിൽ നിൽക്കേണ്ടി വന്നു. പിന്നെയുണ്ടോ സ്വസ്ഥത. അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണനെ ആക്രമിക്കാനായിട്ട് വരുന്നു. അതിനു മുമ്പ് കൃഷ്ണനെ ആക്രമിക്കാനായിട്ട് വരുന്നു ജരാസന്ധൻ്റെ ഒരു കൂട്ടം ആളുകൾ, ശിശുപാലനെ പോലുള്ള ആളുകൾ. ഇങ്ങനെ എത്ര പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് കൃഷ്ണൻ ജീവിതത്തിൻ്റെ വിജയപ്പടിയിലേക്ക് ഉയർന്നത്. നിങ്ങൾ വിചാരിക്കണം, അവതാര പുരുഷൻ അങ്ങനെ പുല്ലാങ്കുഴം വിളിച്ചപ്പോഴും ഇങ്ങനെ കൃഷ്ണ നീ ബേക്കനേ ബാറൂ എന്നും പറഞ്ഞിരിക്കുകയാണെന്ന് ഓടക്കോളിൽ ഊതിക്കൊണ്ട്. കാര്യം നമുക്ക് പാട്ടൊക്കെ പാടാൻ എളുപ്പമാണ്. പക്ഷേ കൃഷ്ണൻ എന്തെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ഇപ്പം നമ്മുടെ അവതാര പുരുഷന്മാരൊക്കെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവരാണ്. അവിടെയാണ് നാം വിജയം കൈവരിക്കേണ്ടത്. പരാജയത്തെ വിജയമാക്കുക, അതാണ് നമ്മുടെ മന്ത്രം. തളരുമ്പോഴും തളരാതിരിക്കുക,
തളരുമ്പോഴും വളർന്നുകൊണ്ടിരിക്കുക, കരയുമ്പോഴും കരയുന്നതിനെ നമുക്ക് ആനന്ദ കണ്ണീരാക്കി മാറ്റുക. ഈ തരത്തിൽ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ പ്രാപ്തരും യോഗ്യരുമാണെന്ന് നാം തിരിച്ചറിയുക. കാരണം നമ്മുടെ പൂർവികന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു രക്തധമനികളിലൂടെ ഓടുന്ന അതേ രക്തം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള രക്തം. വ്യത്യാസമൊന്നുമില്ല. ഒന്നുകിൽ എ പോസിറ്റീവ് അല്ലെങ്കിൽ ബി പോസിറ്റീവ്, രക്തം തന്നെയാണ്. അതിലുള്ള ഹീമോഗ്ലോബിൻ, അതിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് പൂർവൈ മുമുക്ഷുബി, അവരൊക്കെ അനുഷ്ഠിച്ച ജീവിതം അർജുനനോട് കൃഷ്ണൻ പറയുന്നു അനുഷ്ഠിക്കണം. അത് നമുക്കൊക്കെ ഉള്ളൊരു ആഹ്വാനമാണ്. അതുകൊണ്ട് കുരു കർമ്മൈവ തസ്മാത്വം, ഇതെപ്പോഴും നമ്മളൊരു മന്ത്രമായി കൊണ്ടുവരും. കുരു കർമ്മൈവ തസ്മാത്വം ത്വം തസ്മാത്, നീ അതുകൊണ്ട് കുരു കർമ്മ, നിൻ്റെ കർമ്മങ്ങളെ കുരു ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിൻ്റെ കർമ്മങ്ങളെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഷമങ്ങളിൽ വിഷമിച്ചിരിക്കാതെ ഇനി എന്താണ് എനിക്ക് കർത്തവ്യം ചെയ്യാനുള്ളത്, മുന്നോട്ട് പോവുക. ആ മുന്നോട്ടുള്ള യാത്ര അഹന്തയുടെ യാത്രയാവരുത്. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, വിൽ പവർ കൊണ്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ നമുക്ക് തിരിച്ചറിവ് വേണം. താഴേണ്ടടുത്ത് താഴാനും ഉയരേണ്ടടുത്ത് ഉയരാനും നമുക്ക് സാധിക്കണം. ഹനുമാൻ സ്വാമിയുടെ കഥ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഒരു സിംഹികയുടെ മുന്നിൽ വളരേണ്ടടുത്ത് വളരാനും ചെറുതാകേണ്ടടുത്ത് ചെറുതാകാനും ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു. പലപ്പോഴും ചെറുതാകേണ്ടടുത്ത് ചെറുതാകാൻ പറ്റാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അഹന്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കും. ചിലയിടത്തൊക്കെ നമ്മൾ മിണ്ടാതിരിക്കേണ്ടതുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനെ ഒക്കെ ശരിയാക്കാം എന്ന് മനസ്സിൽ കോൺഫിഡൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളിങ്ങനെ എനിക്ക് അച്ഛാ അത് വേണം ഇത് വേണം, ചില അച്ഛന്മാർ വെറുതെ വാശി മിണ്ടാതിരിക്കണം, നിനക്കെന്തിൻ്റെ കുറവാണ്, എനിക്ക് നേരെ മറിച്ച് ചില ശരിയാക്കി തരാം കേട്ടോ, ശരിയായി നമുക്ക് നോക്കാം, പക്ഷെ ഇന്നിപ്പോൾ രാത്രി എവിടെയാണ് പോവുക ഉണ്ണി, നമുക്ക് നാളെ നോക്കാം. അങ്ങനെ നാളെ ആകുമ്പോഴേക്കും അവൻ മറന്നിട്ടുണ്ടാവും, വേറെ കാര്യത്തിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ആ താൽക്കാലികമായിട്ടൊരു മാനസിക ആശ്വാസം കൊടുക്കാൻ ശരിയാക്കാം, പ്രശ്നമില്ല, നമുക്ക് നോക്കാം, നമുക്ക് ശരിയാക്കാം, ഈ രീതിയിലൊക്കെയുള്ള ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോണ്ടല്ലോ ഒന്ന് ചെറുതായി കൊടുക്കണം. നേരെ മറിച്ച് ഇത്രയും കാശിൻ്റെ പണം മുഴുവൻ ഡിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് ജനിച്ചിരിക്കണോ, ഇങ്ങനത്തെ ഒരു സന്താനം, അങ്ങനത്തെ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന് സ്വസ്ഥസമ, അതിനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം, അതിന് ഭാര്യയെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? എത്ര വീടുകളിലാണ് ഇതുപോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നരകങ്ങളും ഉണ്ടാക്കുന്നത്, നഗരത്തിലിരുന്ന് നരകമുണ്ടാക്കുന്ന എത്രയോ രക്ഷിതാക്കൾ. നേരെ മറിച്ചൊരു കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനൊക്കെ ഒരു വിവേകം ഉണ്ടാവണം. ആ വിവേകമാണ് ഭഗവാൻ പറയുന്ന കർമ്മേതി കുരുകർമ്മ. അങ്ങനെയുള്ളൊരു കർമ്മം നീ ചെയ്യുക. അല്ലാതെ കർമ്മം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് ഭക്ഷണവും കഴിച്ച് രാവിലെ ജോലിക്ക് ഒന്നല്ല കർമ്മം. അതും ഒരു കർമ്മമാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കർമ്മമാണ് ചെയ്യുന്ന കർമ്മങ്ങളെ, ചെയ്യുന്ന ജോലികളെ എങ്ങനെ നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടെ നയിക്കാൻ സാധിക്കുമെന്നത്. ആ സന്തോഷം നമുക്ക് കണ്ടെത്താനും മറ്റുള്ളവരിലേക്ക് പകരാനും, എന്നാൽ അതേ സമയം എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റാനും സാധിക്കുക. ഇപ്പം 2 ട്രാക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്, 2 ട്രാക്ക്. ഒരു വശത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പണികൾ, മറുവശത്ത് അതെത്ര മാത്രം സന്തോഷത്തോടെയും സന്തോഷം പകർന്നും മറ്റും കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. അപ്പം ഈ സന്തോഷത്തോടെ ചെയ്യുക, സന്തോഷം പകർന്ന് ചെയ്യുക എന്നത് ഭാവനാ മനസ്സും, ഒരു കാര്യം ചെയ്യുക എന്നത് ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായ കർത്തവ്യമായതുകൊണ്ട് അത് ഒരു ബുദ്ധിപരമായ പ്രവർത്തനവുമാണ്. അപ്പോൾ ബുദ്ധിയും മനസ്സും സംയോജിപ്പിച്ചുകൊണ്ട്, ഇപ്പം നമ്മുടെ ബുദ്ധിയും മനസ്സും സംയോജിച്ചിട്ടല്ല ചെയ്യുന്നത്. ബുദ്ധിയിലൊരു കർത്തവ്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള നിക്ഷിപ്തമായ നിങ്ങളിൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ടെങ്കിലും ഭാവന വാസനയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ട് മനസ്സ് പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെസ്റ്റ്ലെസ്സായിട്ടും അസ്വസ്ഥരായിട്ടും പരിഭവിച്ചും പരാതി പറഞ്ഞും വിഷമിച്ചും, അപ്പോൾ പിന്നെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും ലൈഫ്? അപ്പം ഈ ഭാവനയും കർത്തവ്യവും സംയോജിപ്പിക്കുകയാണ്. 2 ട്രാക്കിലൂടെയല്ലേ ട്രെയിൻ പോകുള്ളൂ. ഇതുപോലെ നമുക്ക് 2 ഭാവങ്ങൾ ഒരുമിപ്പിക്കുക. അപ്പോൾ നമുക്ക് 2 കണ്ണിലൂടെയാണ് കാണണമെങ്കിലും കാഴ്ച ഒന്നാണ്.
രണ്ട് കാതിലൂടെയാണ് കേൾക്കുന്ന ഈ കേൾവി ഒന്നാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്തവ്യവും ഭാവനയും ഒരുമിപ്പിക്കുക. ഇതാണ് നമ്മുടെ സാധന. ഈ ഒരു ലക്ഷ്യം ആർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ അവരാണ് പരാജയത്തിലും വിജയികളാവുന്നത്. അവരെ തളർത്താൻ ഒരിക്കലും വിധിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം കർത്തവ്യവും ഭാവനയും സമന്വയിക്കുന്നുണ്ടോ, ഇതിനെ ചേർക്കാൻ പറ്റുന്നുണ്ടോ, ഇവരൊരുമിച്ചാണോ പോകുന്നത്? ഇപ്പം കർത്തവ്യം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, പക്ഷെ ഭാവന പലപ്പോഴും പുറകിലായിരിക്കും. കാരണം വാസന ഭാവനയെ വളരെയധികം പുറകോട്ടാക്കും. വാസന മുന്നോട്ട് കയറി വരും, ഭാവന പുറകോട്ട് നിൽക്കും. അപ്പം ആ വാസനയെ മുന്നോട്ട് കയറി അല്ലെങ്കിൽ വാസനയെ ഓവർടേക്ക് ചെയ്തിട്ട് ഭാവനയെ നയിക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയുള്ളൊരു വ്യക്തി പരാജയപ്പെടില്ല. അതാണ് കൃഷ്ണൻ പറയുന്ന കുരു കർമ്മത്ത്. ഇപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ജോബ്, ജസ്റ്റ് നോട്ട് യുവർ ഡ്യൂട്ടീസ്, ജസ്റ്റ് നോട്ട് യുവർ വർക്ക്. ഇറ്റ് ഈസ് ദ ഭാവന ആഡഡ് ആക്ടിവിറ്റീസ്. ഇറ്റ് ഈസ് ദ ഭാവന ഇമ്മേഴ്സ്ഡ് ആക്ടിവിറ്റിയാണ്. ഭാവന അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പം അങ്ങനെ ആർക്ക് ചെയ്യാൻ പറ്റുന്നോ അവരാണ് സുകൃതികൾ. പൂർവതരം കൃതം. ഇത് മുമ്പ് പൂർവതരം പണ്ടേ ആളുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ ഈ സംസ്കൃതി ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കർമ്മവും ഭാവനയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജോലി. ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു നിർദ്ദേശമാണ്. അതായത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് പല സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ ഭാവന ആദ്യമൊക്കെ ശ്രേഷ്ഠമാവും, പിന്നെ സ്വാർത്ഥമാവും, അത് വാസനയ്ക്ക് വിധേയമാവും. അപ്പം ആ അധികാരം നിലനിർത്തുക, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചില നമ്മൾ കാണാറില്ല. അപ്പം ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുക, പിന്നെ അതിൽ നിന്ന് മുതലെടുപ്പുണ്ടാക്കുക, അതായത് പണം, മറ്റുള്ള കാര്യം. ഇങ്ങനെയാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ ജീവിതം തകർത്തത്. അപ്പം എത്രമാത്രം നാം ഉയരുന്നുണ്ടോ, അധികാരങ്ങൾ കിട്ടുന്നുണ്ടോ, അത്രയും നിസ്വാർത്ഥതയും സേവനോത്സുകമായൊരു ഭാവനാ ജീവിതവും ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സമൂഹം അംഗീകരിക്കുള്ളൂ. അപ്പം നിസ്വാർത്ഥത, സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന, എന്നാൽ അതേസമയം ഊർജവും ഉത്സാഹത്താലും വളരെയധികം വിവേകത്തോടെ അറിവോടെ പ്രവർത്തിക്കുന്ന ഏതൊരു നേതാവിനെയും ജനങ്ങളെന്നും ആദരിക്കും, ബഹുമാനിക്കും. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് ഇത്രയും ആദരവ് ജനങ്ങൾക്ക് കാണുന്നതിന് കാരണം ആ രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു സമർപ്പണ ബുദ്ധിയോടിയിട്ടുള്ള, നമ്മൾ പറയില്ലേ, രാഷ്ട്രസ്നേഹം, രാഷ്ട്രത്തോടുള്ള ബഹുമാനം. രണ്ടാം നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം. എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, എല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി, ആ ഒരു നിസ്വാർത്ഥത. മൂന്നാമത്തത്, ഏത് കാര്യവും ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ള വ്യക്തമായ ദിശാബോധവും വ്യക്തമായ ജ്ഞാനവും അതിൻ്റെ ശാസ്ത്രീയമായ ബോധവും ഒക്കെ വെച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ. ഈ തരത്തിൽ ഇതെല്ലാം സമന്വയിക്കുമ്പോൾ ആ വ്യക്തിത്വം വിജയിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടതാണ്. നമുക്ക് ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലവണ്ണം നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി. രണ്ടാമത്തെ, സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോഴും അതെങ്ങനെ, എന്താണ്, ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന തിരിച്ചറിവ് നല്ലോണം ഉണ്ടാകും. അപ്പം അതിനെക്കുറിച്ച് വേണ്ട രീതി പഠനം നടത്തണം. ഈ രീതിയിൽ കർത്തവ്യങ്ങളെ പണ്ടുള്ളവർ ഭംഗിയായിട്ട് അനുഷ്ഠിച്ചിരുന്നു അവരെയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളിലും സഹജമായി ഇത്തരം കാര്യങ്ങളുണ്ട്. കുരുവിയുടെ കൂട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര ഭംഗിയായിട്ടാണ് അത് നെയ്തെടുക്കുന്നത്. അപ്പം ആ ഒരു കർത്തവ്യം ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഭാവന ശ്രേഷ്ഠമാണ്, അതിനാ കൂടുണ്ടാക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ടാണ് ആ കുരുവിക്കൂട് നമ്മൾ നോക്കി നിൽക്കുന്നത്. ഇതുപോലെ ഓരോ പക്ഷികളുടെയും കൂടും മറ്റും നമ്മൾ
കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുന്നതിന് കാരണം അതിൽ ആ പക്ഷികൾ ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടിട്ടല്ല, അതെങ്ങനെ കോർത്തെടുത്ത് എങ്ങനെ ഇതുപോലെ ആക്കിയെടുത്തു എന്നുള്ളത് ഇങ്ങനെ അത്ഭുതകരമായി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ കൂട് വാർത്തെടുക്കാനുള്ളൊരു കഴിവും അതിലുള്ള അങ്ങേയറ്റത്തെ അർപ്പണ ബുദ്ധിയും അത് ജീവജാലങ്ങൾക്ക് പോലും ഉണ്ട് എന്ന് പറയാൻ. മനോഹരമായി ഈ മണ്ണിനുള്ളിൽ മാളങ്ങൾ ഉണ്ടാക്കുന്ന എലികൾ, പെരിച്ചാഴികൾ, എത്ര സുന്ദരമായി ചുരുണ്ടുകൂടി എങ്ങനെ ഒരു പണം ഉയർത്തിക്കിടക്കുന്ന പാമ്പ്, ഇവരെല്ലാം ഈ പ്രകൃതിയിൽ എന്തുണ്ട്, അവരൊക്കെ അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളും ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരുടെ ആ ഭാവന അത്രയും ശ്രേഷ്ഠമായതുകൊണ്ട് അവർക്ക് വേറെ ഒരു ചിന്തയില്ല, അതിൽ സ്വാർത്ഥത വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് വളരെ ആകർഷണവുമാണ്. അപ്പം അതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, അർജുന, നമ്മൾ ചെയ്യുന്നത് സന്തോഷപൂർവ്വം ചെയ്യുകയും വേണം. അതുകൊണ്ട് സമൂഹത്തിന് ഉപകാരമുണ്ടാവണമെങ്കിൽ, പ്രയോജനമുണ്ടാവണമെങ്കിൽ നമുക്കത് വേണ്ട അറിവോടെ, തിരിച്ചറിവോടെ, വകതിരിവോടെ, എന്താ പറയുക, ജ്ഞാനദൃഷ്ടിയോടുകൂടി ചെയ്യാൻ സാധിക്കണം. വ്യാസഭഗവാനെ ദീർഘദൃഷ്ടിയോടുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്തതിനാണ് നമ്മുടെ പൂർവികന്മാർ അനുമോദിച്ചുകൊണ്ട് പറയുന്നത്, നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. എന്താ പറയണത്? നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ, വിശാല ബുദ്ധിയുള്ള വ്യാസഭഗവാനെ ഞങ്ങൾ നമിക്കുന്നു എന്നതാണ്. അപ്പം ആ വ്യാസബുദ്ധി വിശാല ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടല്ലേ മഹാഭാരതവും ഭാഗവതവും ഗീതയൊക്കെ എഴുതപ്പെട്ടത്. അപ്പം അതുകൊണ്ട് നമുക്കും ഈ ഒരു വിവേകമുണ്ടാവണം. തസ്മാത് കുരു കർമ്മത്വം പൂർവതരം കൃതം. നമ്മുടെ പൂർവികരന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ അനുഷ്ഠിച്ച് ഇവിടെ നിലനിർത്തിപ്പോന്ന ഒരു ഉജ്ജ്വലമായ ഉത്കൃഷ്ടമായൊരു സംസ്കാരമുണ്ട്. അത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഭാവനയും കടമയും ചേർത്തുകൊണ്ട് സന്തോഷത്തോടെ ഒരു ആത്മനിർവൃതിയോടെ അവരുടെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരതിനെ മറികടന്നു. അഹങ്കാരം കൊണ്ടല്ല, ഉയരേണ്ടടുത്ത് ഉയർന്നും താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുത്തും അങ്ങനെ വിദ്യയും വിനയവും, വിനയസമ്പന്ന എന്നൊക്കെ നമ്മൾ ഗീതയിൽ 5-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ അങ്ങനെ ജീവിതത്തെ ധന്യമാക്കിയ കുറേ ആളുകളുണ്ട്. ഇങ്ങനെ ഈ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് അർജുന, എപ്പോഴും മനുഷ്യ മനസ്സിലൊരു ചോദ്യം വരും. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടമല്ലാത്തതൊക്കെ ഞാൻ ചെയ്യണോ? എനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്താൽ പോരെ? എന്നെക്കൊണ്ട് എന്തിനാ ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നത്? എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്താൽ തന്നെ ഞാൻ അതിൽ ഒരിക്കലും ശോഭിക്കില്ല, എനിക്കതിൽ സന്തോഷിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ എന്നെക്കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ? ചില കുട്ടികൾ പറയില്ല, എനിക്കിഷ്ടമല്ല അത് പഠിക്കാൻ, എന്നെക്കൊണ്ട് അത് പഠിക്കുന്ന എന്തിനാ, എനിക്ക് പഠിക്കണ്ട എന്നൊക്കെ പറയില്ലേ. ഈ കോവിഡ് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്ത് ഓരോരുത്തർ പറയും, സ്കൂളിൽ പോകണ്ട, മാത്സ് പഠിക്കണ്ട, അത് പഠിക്കണ്ട, കാരണം അവർക്ക് താല്പര്യമില്ല അത് പഠിക്കാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണോ ശരി? എങ്ങനെയാണ് ഒരു കാര്യം ഭംഗിയായിട്ട് അനുഷ്ഠിക്കേണ്ടത്? ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കെങ്ങനെ ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് കൃഷ്ണൻ അടുത്ത 16ാമത് ശ്ലോകത്തിൽ. അപ്പോൾ നമുക്ക് 4-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. കിം കർമ്മ കിമകർമേതി കവയോപ്യത്ര മോഹിതാം തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഒന്നുകൂടി ചൊല്ലാം. കിം കർമ്മ കിമകർമേതി കവയോപ്യത്ര മോഹിതാം തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. എന്താ പറയുന്നത്? കിം കർമ്മ കിം അകർമ്മ കവയോപി അത്ര മോഹിത. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം? കിം അകർമ്മം,
ഇത് കവികൾ എന്ന് പറഞ്ഞാൽ ക്രാന്തദർശികൾ, ബുദ്ധിയുള്ളവർ പോലും മോഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളത്തിലുള്ള മോഹിക്കലല്ല. അവർ ഈ കാര്യത്തിൽ അവരുടെ ഉള്ളിലും ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലും ചില ചാഞ്ചല്യങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ വിദ്വാൻമാരായിട്ടുള്ള, വിവേകികളായിട്ടുള്ള, പണ്ഡിതന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ കഴിവുള്ള രാജാക്കന്മാരാവട്ടെ, മനുഷ്യരാവട്ടെ, ഇവരുടെയൊക്കെ മനസ്സിലും കർമ്മവും അകർമ്മവും, അതായത് അനുഷ്ഠിക്കേണ്ട കാര്യവും അനുഷ്ഠിക്കേണ്ടതില്ലാത്തതായ കാര്യങ്ങളും തമ്മിൽ ഒരു ഡൗട്ട് തോന്നിയിട്ട്, കർമ്മം അകർമ്മം, കിം അകർമ്മം കിം കർമ്മം, ഇത് ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തത് തേ കർമ്മപ്രവക്ഷ്യാമി, നിനക്ക് ഞാൻ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ട കാര്യം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാൻ നിനക്ക് പ്രവക്ഷ്യാമി, ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. യത് ജ്ഞാത്വാ, ഞാനീ പറയുന്നത് നീ ജ്ഞാത്വാ അറിയുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുകയാണെങ്കിൽ, ശരിക്കും ബോധ്യപ്പെടുകയാണെങ്കിൽ, അശുഭാത് മോക്ഷസേ, എല്ലാ അശുഭങ്ങളിൽ നിന്നും നിനക്ക് മോക്ഷം കൈവരിക്കാൻ പറ്റും. അതായത് എന്ത് തന്നെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വിഷാദങ്ങളും വന്നാലും നിനക്ക് സന്തോഷത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, കരുത്തോടുകൂടി നിനക്കതിനെ മറികടന്ന് മുന്നോട്ട് ജീവിതം നയിക്കാൻ സാധിക്കും. പരാജയത്തെ വിജയമാക്കാൻ പറ്റും എന്ന് ചുരുക്കം. പരാജയങ്ങളിൽ ഒരിക്കലും നമുക്ക് തളരാതെ പതറാതെ മുന്നോട്ട് പോവാൻ സാധിക്കുമെന്ന് ചുരുക്കം. ഇപ്പം നോക്കൂ, കൃഷ്ണൻ ഈ പറഞ്ഞു തരുന്ന ഒരു വലിയ അറിവ് നമുക്കിനി പറഞ്ഞു തരാൻ പോവുകയാണ്. എന്താ പറഞ്ഞ, ഞാൻ തേ കർമ്മപ്രവക്ഷ്യാമി, നിനക്ക് ഞാൻ അതുകൊണ്ട് കർമ്മത്തെ, അതായത് നീ ശരിക്കും എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തെ നീ കൊണ്ടു നടക്കേണ്ടത്. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കേവലം ഒരു ജോലി ചെയ്യുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ, അനുഷ്ഠിക്കേണ്ടതായ സകല കാര്യങ്ങളും എങ്ങനെ അനുഷ്ഠിച്ചാലാണ് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുക എന്ന സത്യം, എന്ന രഹസ്യം, എന്ന പൊരുൾ തേ പ്രവക്ഷ്യാമി. അർജുന, നിനക്ക് ഞാൻ വളരെ ഡീറ്റെയിലായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. യത് ജ്ഞാത്വാ, ഇത് നീ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ, മോക്ഷസേ അശുഭാത്, നിനക്ക് വരാൻ പോകുന്ന ഏത് അശുഭകാര്യങ്ങളിൽ നിന്നും, അതായത് നിന്നെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, സ്വസ്ഥമാക്കുന്ന അനുഭവങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും മോക്ഷസേ, നിൻ്റെ മനസ്സിനെ നിനക്ക് മോചിപ്പിക്കാൻ സാധിക്കും. അതായത് നീ തന്നെ നിൻ്റെ മനസ്സിനെ അതിനെ അലട്ടുന്ന വിഷമങ്ങളിൽ നിന്നും വേർപ്പെടുത്തി ഉയർത്തി നിന്നെ മുന്നോട്ട് നയിക്കാൻ നിനക്ക് പ്രാപ്തമാകും, ഞാനീ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടാൽ. പിന്നെ കൃഷ്ണൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ചൊന്ന് യുവതീ യുവാക്കളൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, 1000 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് സാമ്പത്തികമാവട്ടെ, ആരോഗ്യമാവട്ടെ, ചുറ്റുപാടിൻ്റെ പല കുറ്റപ്പെടുത്തലാവട്ടെ, അപമാനങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ഇരുന്ന് അസ്വസ്ഥരായിട്ടിരുന്ന് കരയാതെ അതിനെയൊക്കെ നിസ്സാരമായി കണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയും ഊർജവും എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ഇനി കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് പഴയ ശീലങ്ങളിൽ തന്നെ പിടിച്ചു തന്നുകൊണ്ട് നമുക്ക് ആലസ്യം, എണീക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വയ്യ, എന്ന് പോകാനൊരു മൂഡില്ല, ഇത് ചെയ്യാനൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറകോട്ട് വലിക്കുമ്പോൾ ആ പുറകോട്ട് മനസ്സ് നീങ്ങാതിരിക്കാൻ, അതിലേക്ക് വീഴാതിരിക്കാൻ, അതിനെ സർവശക്തിയോടുകൂടിയിട്ട് അതിൻ്റെ എല്ലാ വിഷമാവസ്ഥകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ഒരു ശക്തി, നമ്മളുടെ അടഞ്ഞു കിടക്കുന്നൊരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം അങ്ങോട്ട് കടത്തിവിടുമ്പോൾ ഉള്ള അടഞ്ഞതെല്ലാം അങ്ങോട്ട് തുറന്നതിൻ്റെ ഉള്ളിൽ ബ്ലോക്കാക്കിയ സാധനങ്ങൾ പുറത്തു പോകുന്ന പോലെ നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കുറച്ച് വെളിച്ചം നമുക്ക് കരുതി വയ്ക്കാം. ഈ വെളിച്ചമാണ് കൃഷ്ണൻ നമുക്ക് തരാൻ പോകുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.
അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.